ലോ ബജറ്റ് സിനിമകളിലൂടെ ഒരു കാലത്ത് തരംഗമായി മാറിയ വ്യക്തിയായിരുന്നു സന്തോഷ് പണ്ഡിറ്റ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഇത്രത്തോളം സജീവമല്ലാതിരുന്ന കാലത്ത് സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടാക്കിയ ഓളം വേറെ തന്നെയായിരുന്നു. പലപ്പോഴും നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന സംഭവം കൃത്യമായി മുതലെടുത്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. അങ്ങനെയാണ് സന്തോഷ് പണ്ഡിറ്റ് മലയാളികൾക്കിടയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചത്. പിന്നീട് സോഷ്യൽ മീഡിയ സജീവമായതോടെ സന്തോഷ് പണ്ഡിറ്റ് അവിടെയും തന്റെ മികവ് തെളിയിക്കുകയും ആളുകളെ കയ്യിലെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് തന്റെ സിനിമാ നിർമ്മാണത്തിന് ഒപ്പം ചാരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി അദ്ദേഹം തിരിഞ്ഞു. അതിലൂടെ വലിയൊരു ആരാധക വൃന്ദത്തെയും അദ്ദേഹം സൃഷ്ടിച്ചു. അടുത്ത കാലത്താണ് സന്തോഷ് പണ്ഡിറ്റ് ധാരാളം അഭിമുഖങ്ങൾ നൽകി തുടങ്ങിയത്. ഇപ്പോഴിതാ കലാഭവൻ ജയന്റെയും മരണത്തെക്കുറിച്ച് ഉൾപ്പെടെ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉയർത്തി എത്തിയിരിക്കുകയാണ്. മലയാള സിനിമയിൽ 90% കലാകാരന്മാരല്ല, കലയെ വിറ്റ് ജീവിക്കുന്ന വെറും ബിസിനസ്സുകാരാണെന്ന് 2011 മുതൽ ഞാൻ പറയാറുണ്ട്. പക്ഷേ അന്ന് ചിലരൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞതിന് എന്നെ വിമർശിച്ചു. പക്ഷേ പിന്നീട് 14 വർഷം കഴിഞ്ഞ് 2025 കഴിയുമ്പോഴേക്കും പണ്ഡിറ്റാണ് ശരിയെന്ന് ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടാകാം. ഇത് ചാനലുകൾക്കും രാഷ്ട്രീയത്തിനും ഒക്കെ ബാധകമായ തിയറിയാണ്. ചാനലുകൾ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് പണത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഒരു കലാകാരൻ വളർന്നു വന്നാൽ, ഒരു കലാകാരൻ ഒന്ന് തകർന്നു പോയാൽ, ഒരു പ്രമുഖൻ മരണപ്പെട്ടാൽ എല്ലാം ഒരു ബിസിനസ് മൈൻഡ് മാത്രം നോക്കി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാന ചാനലും യൂട്യൂബേഴ്സ്, സഹപ്രവർത്തകർ ഒക്കെ ഒരേ നാണയത്തിന്റെ വിവിധ വശങ്ങളാണ്. 2016 കലാഭവൻ എന്ന മഹാപ്രതിഭ മരണപ്പെട്ടപ്പോഴും ഇത് തന്നെ അവസ്ഥ. അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ സൂപ്പർ നടന്മാർക്കോ സൂപ്പർ സംവിധായകർക്കോ അറിയുവാൻ ഒരു താല്പര്യവുമില്ല. അദ്ദേഹത്തിന്റെയും വിജയശ്രീയുടെയും ആത്മഹത്യ ആയിരുന്നെങ്കിൽ തന്നെ അതിന്റെ കാരണം അവരെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അറിയണ്ടേ. 2017 പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടപ്പോഴും അവരുടെ സഹപ്രവർത്തകർക്ക് അതിലെ പ്രതികളെ പിടികൂടണമെന്നോ അതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് അറിയണമെന്നൊന്നുമില്ല. എല്ലാം ഒരു ബിസിനസ്, അതിനിടയിൽ ചിലത് സംഭവിക്കും, സ്വാഭാവികം എന്നൊരു തിയറി.